ചൈനയുടെ 10 വർഷം മുന്നിലുള്ള ഇന്ത്യയേക്കാൾ മികച്ച കുതിപ്പ് അത് മേക്ക് ഇൻ ഇന്ത്യയുടെ പരാജയം സൂചിപ്പിക്കുന്നതാണെന്ന് അക്കമിട്ട് നിരത്തിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ചൈന ഏറെ മുന്നിലാകുന്നു. എങ്ങനെയാണ് 2047 ഡെവലപ്ഡ് നേഷനായി ഇന്ത്യയെ മാറ്റുക എന്ന് ബജറ്റിന് മുമ്പുള്ള പ്രധാനമന്ത്രിയുടെ പറച്ചിലുകളെയൊക്കെയാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ നാം വിശദമായി കേട്ടു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മേക്ക് ഇൻ ഇന്ത്യ പരാജയപ്പെടുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയേക്കാൾ 10 വർഷം മുന്നിലായി ഓടുന്നു. അത് ഇന്ത്യയുടെ വിപണിയെ കീഴടക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും യുദ്ധക്കൊപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ചൈനയെ ആശ്രയിക്കേണ്ട ഗതികേട് ഇന്ത്യക്കുണ്ടാകുന്നു എന്ന കാര്യം ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ അതിർത്തികൾ കാക്കുന്നതിലുള്ള മോദിയുടെ പരാജയം. ഏതാണ്ട് 4000 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂമിയാണ് ചൈനയുടെ പക്കലുള്ളത്. അത് തിരിച്ചു പിടിക്കാനോ അത് സംരക്ഷിക്കാനോ മോദി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മോദി ഇതിനെ നേരത്തെ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ നിഷേധിച്ചിരുന്നു. പക്ഷേ അതിനെതിരെ ആണ് ആർമിയുടെ വാക്കുകൾ എന്നൊക്കെയാണ് ആർമി, അതായത് കരസേന പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞതിന് പുറത്താണ്, പ്രധാനമന്ത്രി പറഞ്ഞതിനെതിരാണ്. അങ്ങനെ അവർ തമ്മിലുള്ള വൈരുദ്ധ്യം അവിടെ തന്നെ പുറത്തെത്തുന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ കനത്ത വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. കിരൺ റിജ്ജു ഒക്കെ പറഞ്ഞത് തമാശ പറയുകയാണ് രാഹുൽ ഗാന്ധി എന്ന അർത്ഥത്തിലായിരുന്നു. നമുക്ക് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫിലേക്ക് പോകാം. സിബി, ഇന്ന് പല വിഷയങ്ങളിൽ ഇന്ദ്രപ്രസ്ഥ നഗരം വളരെ പ്രക്ഷുബ്ധമായിരുന്നു. LDF MP-മാരുടെ സമരം, UDF അക്കാര്യത്തിൽ കാണിച്ച മൗനം, സുരേഷ് ഗോപിയും ഒക്കെയായി ബന്ധപ്പെട്ട ഉന്നത കുലജാത പരാമർശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന് ഇപ്പോൾ വരുന്നത് രാഹുൽ ഗാന്ധിയുടേതാണ്. സമഗ്രമായി ഇന്നത്തെ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം രാഹുൽ ഗാന്ധിയിലേക്ക്. രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാനായി പറഞ്ഞ വാദങ്ങൾ? അജിംഷാദ്, എന്തായാലും ലോക്സഭയിൽ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ ദിവസം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ മറുപടി അല്ലെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് ഇത് രാജ്യരക്ഷയിൽ തുടങ്ങി ചർച്ച ആരംഭിക്കുകയായിരുന്നു. അതിന് രാജ്യസുരക്ഷയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം, ചൈന ഇന്ത്യയുടെ 4000 ചതുരശ്ര കിലോമീറ്റർ കൈവശം വെച്ചിരിക്കുന്നു എന്നെല്ലാതിന്റെയും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതെല്ലാതിന്റെയും രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രസംഗ ഘട്ടത്തിലെല്ലാം തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭരണപക്ഷം തന്നെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഈ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറയുന്നത് മുൻപ് പറഞ്ഞ പ്രസംഗത്തിൽ നിന്നും പുതുതായി ഒന്നും തന്നെ ഇല്ല. ആ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് പ്രധാനമായും, അതായത് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും കേരള വിരുദ്ധ പരാമർശവും അതുപോലെ തന്നെ ആദിവാസി ജനതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശവും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്നുള്ള ഇടത് MP-മാർ മുമ്പോട്ട് വെച്ചത്. ആ സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രിസ്ഥാനത്ത് നീക്കണമെന്നും ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ഇടത് MP-മാർ രാജ്യസഭയിലും ലോക്സഭയിലും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കേരളത്തിലെ MP-മാർ പാർലമെൻറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. കുംഭമേള ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് നിദാനമായിരുന്നു. മാത്രമല്ല, ഈ കേരളത്തെയും ആദിവാസി സമൂഹത്തെയും അപമാനിച്ച കേന്ദ്ര സഹമന്ത്രിമാർക്കെതിരായ പ്രതിഷേധം ഇടത് MP-മാർ നടത്തുമ്പോൾ അവിടെ UDF MP-മാർ എങ്ങനെയായിരുന്നു അവരുടെ ഇരിപ്പ്? മൗനമായിരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിശദാംശങ്ങളായി നൽകാനാകുന്നത്? കാരണം ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വിവാദമായ പരാമർശം, ഉന്നതകുല ജാഥ, ആ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് CPI-യുടെ MP ആയ സന്തോഷ് കുമാർ ഇന്ന് രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല, ഇന്ന് ഇടതുപക്ഷ MP-മാരെല്ലാം, ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ഇടതുപക്ഷ MP-മാർ ലോക്സഭയിലെയും കെ രാധാകൃഷ്ണൻ MP അടക്കം ഇടതുപക്ഷ MP-മാർ പാർലമെന്റിന് മുന്നിൽ ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.